നമ്മുടെ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വ്ളോഗാണ്. കുറച്ച് ദിവസമായി ഇടുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്, പക്ഷേ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളോട് എനിക്ക് ഇടാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ വ്ളോഗ് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കടലൊക്കെ മേടിക്കാൻ വേണ്ടി നല്ല സ്വഭാവമുള്ളൊരു ചേച്ചി ഇട്ടതുണ്ടോ. പുഴുങ്ങിയ കടല തിന്നാനൊരു പൂതി. എന്താ ചേച്ചി ഇത് കണ്ടപ്പോൾ ഒരു പൂതി. ഇത് എത്രയാണ് നോക്കട്ടെ? ചെറുത് എങ്ങനത്തെ നോക്കട്ടെ? വലുതോ? ആ ആ ഓക്കെ ഓക്കെ. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വീണ്ടും ഞാൻ ഗൈസ് പറഞ്ഞു. ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലം കാണുമ്പോൾ നമ്മൾ ഗൈസ് പറഞ്ഞെങ്കിൽ വളരെ മോശമാണ്. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറി ഗൈസ്. പക്ഷെ ഇവിടെ ചിലപ്പോൾ ക്ലൈമറ്റ് മാറിയിട്ടോ, മഴ എങ്ങാനും പെയ്യാണാവോ. മഴ പെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് വന്നതായിരുന്നു. ഇതാണ് ഊട്ടിച്ചേ കടല കണ്ടം കൊണ്ട് ഊട്ടിയിൽ നിന്നൊക്കെ കയ്യിൽ നിന്ന് വീണു. അതുകൊണ്ടോ ഒന്നുമില്ല. നമ്മളിടക്കിടക്ക് വരാറുണ്ട്, പക്ഷെ വ്ളോഗായിട്ട് ഇടാറില്ല എന്നാണ്. എങ്ങനെ പോയാൽ ലാസ്റ്റ് ഊട്ടിക്കെത്തുമ്പോൾ അതേപോലെ ഞങ്ങളൊരു കാര്യം എവിടേക്കെങ്കിലും പ്ലാൻ ചെയ്യും, ലാസ്റ്റ് ഞങ്ങൾ ഊട്ടിക്കെത്തും. അത് പതിവാണ്. അതേപോലെ ഇപ്രാവശ്യം പ്രതീക്ഷിക്കാത്ത പ്ലാനില്ലാതെ ഞങ്ങളിവിടെ കത്തി. ഗൈസ് നടന്നു വരുന്നത്. ഹലോ എക്സ്ക്യൂസ് മീ. പറ്റും, അപ്പുറത്തൂടെ നടക്കാം. ഇപ്പം ഹിന്ദിക്കാരിയതാ. ആ വെട്ടി വെച്ചാലും എന്തെങ്കിലും ഉണ്ടാവും. അത് മെയിനായിട്ടും. തണുപ്പ് പോലെ ഇല്ലേ പെട്ടെന്ന്. ആ ക്ലൈമറ്റിന് നല്ല ചേഞ്ചായി. നല്ല രസം കാണാം. പച്ചപ്പൊക്കെ ആയിട്ട് സൂപ്പറായിട്ട്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാം, പക്ഷെ ടൈമില്ല. കുറച്ച് ടൈമുള്ളൂ. അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കണ്ടേ. കപ്പിൾസ് ടോട്ടൽ വിദേശികളാണ് അവിടെ കൂടുതലും. നമ്മളുടെ കേരളക്കാർ വല്ലാതെ അങ്ങനെയൊന്നുമില്ല. തമിഴന്മാർ, ഹിന്ദിക്കാർ, ഇംഗ്ലീഷുകാർ പറഞ്ഞ പോലെയാണ്. ഗ്ലാസ് ഹൗസ് കിട്ടോ, നമുക്കൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നമുക്ക് പോയി നോക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് സംഭവം. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒന്നായിട്ട് കേട്ടോ. 2 കുഞ്ഞുങ്ങൾ ഒന്നായിട്ട് ഫുള്ള് നല്ല വെറൈറ്റി ഫ്ലവേഴ്സ് കേട്ടോ. എന്ത് രസമാണ്, സൂപ്പറായിട്ട്. ആ വെയിറ്റ് എന്തൊരു ഭംഗിയാ കാണാന്ന് അറിയാം. പക്ഷെ നമ്മളോടൊന്നും ഇത്രയും ഭംഗിക്ക് നിൽക്കില്ല കേട്ടോ. നോക്ക് ഗൈസ് എന്ന് പറയണ്ട. മമ്മി അൻസില സിമോളൊക്കെ അങ്ങോട്ട് പോയി. നീ എന്താച്ചാ കാട്ടിക്കോറ. ഇടയ്ക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്നിങ്ങനെ മൈൻഡ് ഫ്രീ ആക്കാൻ ഇറങ്ങി കേട്ടോ. എപ്പോഴും ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ അടച്ച് പൂട്ടിയിരിക്കല്ല. എല്ലാവർക്കും എല്ലാ സമയത്തും പറ്റില്ല, പക്ഷെ എന്നാലും പരമാവധി വരാൻ നോക്ക്. ഓക്കെ, നമ്മൾ ഉണ്ടായിട്ട് വരിച്ച ഒരിക്കലും നടക്കില്ല കേട്ടോ. നമ്മളെ സന്തോഷം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെന്നെ കണ്ടെത്തണം. എന്നും പ്രശ്നം. അപ്പം ഇടയ്ക്കൊന്ന് മനസ്സ് ഒരു ഫ്രീ ആവണം എന്നുണ്ടെങ്കിൽ ഒന്ന് വരിക. അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് ഈ ഒരു സാധനത്തിന് പിടിച്ച് വലിച്ച് വണ്ടീൻ്റെ ഉള്ളിൽ കയറ്റി ഗായ്സ്. ഉള്ളിയും പ്രതീക്ഷയില്ല. രാവിലെ വിളിച്ചാണ്, ഉറങ്ങുമായിരുന്നു. എന്താ വിചാരിച്ചെന്നറിയോ? ഈ 5:30 വിളിച്ചപ്പോൾ അയ്യോ എന്താണ് ഈ നേരത്തെ വിളിക്കണത്, അതിൽ മരിച്ചായിരിക്കുമോ വിചാരിച്ചു അത് നീച്ചത്. ഞാൻ കോയമ്പത്തൂർ പോകേണ്ടി വരുന്നു വെച്ചപ്പോൾ നോക്കട്ടെ പറഞ്ഞു. പിന്നെ അങ്ങനെ വന്നു. ടോയ്ലറ്റിന് അങ്ങോട്ട് വരുന്ന വഴിക്കന്നെ എന്ത് ഭംഗി നോക്ക്. ടോയ്ലറ്റ് വരെ ഒരു അതിമനോഹരമാക്കിയിരിക്കുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നോട്ട് മഴ പെയ്തില്ല. അതാ പിന്നെ ഒരു സമാധാനിച്ചിന്ന്. മഴ എങ്ങാനും പെയ്യുമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, അത്യാവശ്യം ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനുള്ള കിട്ടി. ജസ്റ്റ് ഒന്ന് മഴ ചാറിയിരുന്നു, പക്ഷെ നമുക്ക് കുഴപ്പമില്ല. ഇതൊക്കെ റഷ്താത്ത തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എടുക്കാൻ വേണ്ടി പുള്ളി ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട്
അങ്ങനെ വീഡിയോ എടുത്താണ്. ഇതിനകത്തോട്ട് പുറത്തുള്ളവരിനെ അവർ കയറ്റില്ല. അവരുടെ എന്താ ഫോറസ്റ്റ് ഓഫീസർമാരില്ലേ, അവരിനെ മാത്രമേ കയറ്റി വിടുള്ളൂ, അല്ലാത്തവരൊന്നും അവർ കയറ്റി വിടില്ല. ബാക്കിലൊരാൾ മറിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് പോവാല്ലേ. അസിമോളെ ഇറക്കാൻ കുറഞ്ഞ ഡ്രസ്സ് ഇട്ടിച്ചിട്ട് അസിമോള് പറയുന്നത് കണ്ട കാണി ഞാൻ മാത്രമൊന്നല്ല പറഞ്ഞിട്ട് ആ പെൺകുട്ടീനെ കാണിച്ചു കൊടുക്കണം മമ്മിക്ക്. റബ്ബേ, ഷോർട്സ് എടുക്കുക ചെയ്യുക, വ്ളോഗ് എടുക്കുക ചെയ്യുക, ഇൻസ്റ്റയിലേക്ക് എടുക്കുക ചെയ്യുക, ഒന്നും പറയണ്ട. ആകെ ഇങ്ങോട്ട് പപ്പട പരിവായി. എന്താ ചെയ്യുക, എല്ലാം കൂടി ഇങ്ങോട്ട് വല്ല അവിയൽ പപ്പടം അവിയൽ പരിവായി. എല്ലാത്തിനും എടുക്കണം. ആകെ ഇങ്ങോട്ട് ഇടങ്ങാറായി സത്യം പറഞ്ഞ. എന്തായാലും വേറെ ലെവല്. ഊട്ടിയിലെ പ്രശസ്തമായൊരു വിനോദസഞ്ചാര കേന്ദ്രം നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ. 1848 ഇത് സ്ഥാപിതമായത്. അവിടെ എഴുതി കണ്ടാണ് കേട്ടോ, നമുക്കിതിനെക്കുറിച്ച് വിശദീകരിച്ചറിയൊന്നുമില്ല. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ പച്ചപ്പ് അത്രയും ഭംഗിക്കാർ. പക്ഷെ തമിഴ്നാട് എന്ന് പറഞ്ഞറിയിക്കണം, കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ടച്ചാണ് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്ത് രസമായിട്ട് അവിടെ ചെടികൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതല്ലോ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോന്ത കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ്. ലോകത്തിൽ തന്നെ വിവിധ തരം ചെടികളും പൂക്കളും നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നാൽ കാണാൻ പറ്റും കേട്ടോ. അത്രയും ഭംഗിയാണ് കാണാൻ. ഇന്ത്യ വരച്ചിട്ടുണ്ട്, ഇന്ത്യ. പക്ഷെ ഇതിൽ വ്യക്തമാവണില്ല അല്ലേ. വരുന്നുണ്ട്, മഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ട് നല്ല തണുപ്പ്. നല്ല തണുപ്പല്ല, എന്നാലും അത്യാവശ്യം തണുപ്പുണ്ട്. അസേൻ മോന്ത കണ്ടു. ഇനി മോന്ത കണ്ടേ പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. ധാരാളം ചെറിയ എൻ്റെ ബാഗ് തൂക്കിയിട്ടുണ്ട്, 2 ബാഗ് തൂക്കിയിട്ട് വരുന്നത്. വമ്പൻ പടുകൂറ്റം, വളരെ പഴക്കം ചെന്ന, ദശലക്ഷം പഴക്കം ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും ഫോസിൽ തടികളോ അങ്ങനെ എന്തൊക്കെയോ പഴക്കം ചെന്ന മരങ്ങളാണ് അവിടുത്തെ. തണുക്കാൻ തുടങ്ങി. തണുപ്പില്ല ചൂടാണ് കണ്ട് പുള്ളി ഇപ്പതാ തണുക്കാൻ തുടങ്ങിയാണ്. നമ്മൾ കോട്ടൊന്നും എടുത്തില്ല, വണ്ടിയിലാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും തണുപ്പുണ്ട് വിചാരിച്ചില്ല. ഇത് നമ്മളെ പച്ചി മഞ്ഞി ചെയറ് ഊട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണല്ലോ മെയിൻ. കണ്ടോ, നല്ല രസമുണ്ട് അല്ലേ. അതിൻ്റെ അതിൽ നോക്ക് കാപ്പി കളറ്, നല്ല രസമുണ്ട്. അതാ മമ്മി പോയിരിക്കുന്നു ഒറ്റയ്ക്ക്. ഇതന്നെ ഇതിൻ്റെ അവസ്ഥ. എവിടെ പോകുമ്പോഴും ഇങ്ങനെ ഓടിപ്പാഞ്ഞിക്കത് ചോദിച്ചാൽ അവിടെ കിടസും കയറി. മഞ്ഞച്ചമ്പോ നോക്കി വിരിഞ്ഞിരിക്കുന്നു. അതായിട്ടുണ്ടോ, ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട്. തണുക്കാൻ തുടങ്ങിയില്ല, നമ്മൾ കോട്ട് എടുത്തില്ല അല്ലേ. നമുക്ക് ഇല്ല റഷ്ടാത്ത ഇരുണ്ട പോലെ ഉണ്ട്. നല്ല ഭംഗിൻ്റെ ആണ്, പക്ഷെ ഭയങ്കര ഇരുണ്ട പോലെ ഉണ്ട്. മലഞ്ചെരുവിൽ അടിയിൽ ഒരുക്കിയിരിക്കുന്ന പച്ചപ്പാർന്ന പുൽത്തകടികളിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു ഭംഗി. നമ്മൾ ഇറ്റാലിയൻ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടേ, പക്ഷെ കുറേ നടക്കാണ്ട് റഷ്ടാത്ത, നമുക്ക് ടൈമില്ലല്ലോ. ഒരു പ്ലാനിങ്ങിനാണ് നമ്മൾ വരുന്നത്. നമുക്ക് എല്ലോടും ഇങ്ങനെ പ്ലാൻ ചെയ്ത് തരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നിട്ട് ഇനിയിപ്പോൾ ടൈമും ഇല്ലല്ലോ. അവിടെ അടാറ് കാറ്റാട്ടോ, അത് കാരണം കൊണ്ട് തലയിൽ ഷോള് നിൽക്കണേല്. എന്താ ഇപ്പം ഇങ്ങനെ തീരെ തലയിലിടാത്ത ആരും വിചാരിക്കരുത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് പൂവുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. കുറേ ഉണ്ട്, പലതരം പൂക്കളുണ്ട്. മമ്മി, അസിമോള്, അൻസിലി, റഷ്താത്ത അവരൊക്കെ മുന്നേ ഇങ്ങനെ നടക്കും. ഞാൻ അവരുടെ പുറകിൽ ഇങ്ങനെ അതിൻ്റെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ വീഡിയോ എടുത്ത് ഷോർട്സിലേക്ക് എടുത്ത് എന്നിട്ടൊക്കെ സാവധാനം. പിന്നെ അവരിങ്ങോട്ട് സ്പീഡിൽ പോവും, പിന്നെ അവരോട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, വീണ്ടും പോവും. ഒരുമിച്ച് പോകാനേ പറ്റില്ല, കാരണം അവർക്ക് ആർക്കും ക്ഷമയില്ല എൻ്റെ ഒപ്പം ഇങ്ങനെ എൻ്റെ രീതിക്കനുസരിച്ച് നിൽക്കാൻ. എത്രയോ വർഷം എഴുതിയിട്ടിട്ടുണ്ട്. എനിക്ക് ഇനി അങ്ങോട്ട് പോയിട്ട് എടുക്കാൻ വേണ്ടോ. മുത്തശ്ശി മരം എന്നൊക്കെ പറയില്ലേ, അതേപോലെ നല്ല രസമുണ്ടാണ്. ഈ മരം നോക്ക്, എന്ത് ഭംഗിയെ നോക്ക്. വേര് അതാ 3 ആൾ അവിടെ ഇരിക്കണു. ചാടിക്കറഷ്ടാത്ത 956 തമ്മാരെ എഴുതിയിട്ടുണ്ടോ. എത്ര വർഷാലേ. നല്ല തിരക്ക് വരാൻ തുടങ്ങിയിട്ട് ഈവനിങ് ആയില്ലേ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇതാരെ ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് മോംസ് എടുത്തെടുത്ത്. അതെന്താ, ആഹാ അത് നന്നായി. എന്തായാലും അത് കളിക്കി
ആ കാണിക്കണോക്ക് തമ്പുരാന്. എല്ലാരും താഴത്തേക്ക് വരും, കൊച്ചു മുകളിലേക്ക് വരുന്നു. എല്ലാരും താഴത്തേക്ക് വരും, കൊച്ചു വരുന്നു. ഒക്കെ എന്റെ കാലിലോട്ടേക്കാ വരുന്നത്. കൊച്ചിടിച്ചു. എന്തോ ബൈ ബൈ. പാവൻ്റെ മോംസ് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ബാഗൊക്കെ തൂക്കി നടക്കണം. നോക്കി ജെറീന പാവം. പ്രശ്നമെല്ലാം തെളിക്കുന്നത് നോക്കി നോക്ക്. എത്ര വയസ്സായ ആൾക്കാർ ഗെയിം കളിക്കുന്നവർ കണ്ടോ? അവരും അവരുടെ സന്തോഷം കണ്ടിട്ടാണ് അവർ വന്നിരിക്കുന്നത്. നോക്കി നോക്ക്, അവർക്ക് ഫാമിലി ഇല്ലേ? എത്ര വയസ്സായിരിക്കുന്നല്ലേ അവർ ബോളൊക്കെ എറിഞ്ഞ് കളിക്കുക. നല്ല രസമുണ്ട് അവരുടെ കളി. എത്ര നേരം നോക്കി നിൽക്കുക. എനിക്ക് തിരക്കായിട്ടോ. ഇതെന്താ റബ്ബ എങ്ങനെ കിടക്കണ്? തിരക്ക് ചടാറ് തിരക്കായിട്ടോ. അടിയൻ മരം നോക്ക്. അപ്പോ ഇത് എന്ത് മരാലേ, എന്ത് വീര്യ നോക്ക്. ഒന്ന് പകുതി വന്നിരിക്കുകയാണ്. തടി നോക്കിയില്ലേ, അതിന്റെ കട എന്തൊരു വലിപ്പം. ഈ മമ്മി പോ നോക്ക്, തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഫ്രീ കൈ. എൻ്റെ ബാഗ് നോക്കിയിട്ടുണ്ട്. ആ ഇതെൻ്റെ മമ്മി എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ബാഗ് നോക്കില്ല, മമ്മിയെ നോക്കി. നല്ല രസമുണ്ടല്ലേ. അതിൻ്റെ വാല് നോക്കുന്ന ഇഷ്ടാത്ത. ഇതെന്താ ഇങ്ങനെ കടിച്ചെടുക്കുവോ? അടുത്തേക്ക് പോയാ ഓയ് എന്താ അതിൻ്റെ വാല് നോക്ക്. സെറ്റ് സാധനം കേട്ടോ. അവരാ വണ്ടി സൗണ്ട് കേട്ടപ്പോൾ കണ്ടത് കുറച്ചിട്ട് ഓടിയത്. ഇതാക്കിയിട്ട് വേണം കിടക്കണമെങ്കിൽ. ഓരോ സ്ഥലങ്ങളാണ് കാണാൻ കിടക്കണമെന്ന് പറയും. ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി വന്നിട്ട് എടുത്തത് ഇവിടെ വെച്ചിട്ടാണ്. ഞങ്ങളന്ന് 7 ബൈക്കിലാണ് വന്നത് എല്ലാവരും കൂടി. ഭയങ്കര രസമായിരുന്നു. മമ്മിയുടെ അനിയത്തിയുടെ പിള്ളേരും ഞങ്ങൾ ഫുള്ളും സ്കൂട്ടിയിലാണ് വന്നത്. ഷാനു, ഷമീർ, പിന്നെ ഞാൻ, പിന്നെ എൻ്റെ മമ്മിയുടെ അനിയത്തിമാരെ പിള്ളേരെല്ലാവരും 7 ബൈക്കിൽ നല്ല രസമായിട്ട് വന്നു. ഇവിടെ എത്തുമ്പോൾ നമുക്കതൊരു ഓർമ്മയാണ്. ഈ മരം നോക്കി എന്ത് ഭംഗിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു നോക്ക്. നല്ല രസമുണ്ടാണ് അതിന്. മരം നോക്ക്, മണ്ണിന്നേ വന്നിരിക്കുന്നു. ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോൾ എന്താകുമെന്നൊന്നും അറിയില്ല. കുഴപ്പമില്ലാലും വന്നതിന് കുറച്ച് വീഡിയോ ഫോട്ടോസൊക്കെ കിട്ടി. അൽഹംദുലില്ലാ, സമാധാനം. വിഷമിച്ചിട്ടാണ് വന്നത്. വരാൻ പ്ലാൻ ചെയ്യുകയും ചെയ്തു. എങ്ങാനും മഴ പെയ്ത് നമ്മൾ മൂഞ്ചി പോവില്ലേ. ഇങ്ങനെ അറിക്കൊണ്ടിരിക്കുന്നു. മഴ കോട്ട് കോട ഒക്കെ വണ്ടിയിലാണ്. പ്രതീക്ഷിച്ചില്ല. എന്താവും നീ. നല്ല തണുത്ത കാറ്റ്. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരുവിധം ഉള്ള എല്ലാ വശങ്ങളും ഞാൻ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഒന്ന് പോയി നോക്കാം കേട്ടോ. സെറ്റാണല്ലോ. ആഹാ, അത് പൊളിച്ചു എന്ത് ഭംഗിയാ കാണാൻ നോക്ക്. ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. എന്ത് രസം. ഇത് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഓരോരോ സീനറീസാണ് കേട്ടോ. ഊട്ടിയിലത്തെ ഓരോ നീലഗിരി, പിന്നെ ഉദകമണ്ഡലം, അങ്ങനെ കുറേ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഊട്ടി ടൗണ്, പിന്നെ കുറേ ഉണ്ട്. കുന്നൂർ ടൗണ്, ബ്രിട്ടീഷ് ക്ലബ്ബ്, പിന്നെ കുറേ ഒരുപാട് ഇവിടുത്തെ നീലഗിരീസ്, കെട്ടിവള്ളി, ഉദകമണ്ഡലം, അങ്ങനെ ഒരുപാട് സീനറീസ്. വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. കുറുമ്പ ട്രൈബൽസ്, ആദിവാസികളുടെയാണ് ഇവർ. ഇത് പന്നിയ ട്രൈബ്, ഇത് അങ്ങനെ ഒരു വർഗം. ഇത് പിന്നെ വേറെ ഇരുളർ പറയില്ലേ അവർ, ട്രൈബൽസിൻ്റെ ആയിട്ടുണ്ട്. എന്ത് രസമായിട്ട് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടോഡ ട്രൈബ്, കോട്ട ട്രൈബ്, അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മൾ തിരിച്ചു ഗൈസ്. സൂപ്പറായിട്ടില്ലേ. അങ്ങനെ നമ്മൾ തിരിച്ചിനിപ്പോൾ എവിടെയൊക്കെ പോകണം നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. അത് നോക്കി നോക്ക്. എന്താ പറയുന്നേ, എനിക്കറിയില്ല.
തണുപ്പിച്ച് അമ്മാതിരി തണുപ്പ്. എപ്പോഴും ഞാൻ എൻ്റെ ക്രീം കോട്ടയിലൊന്ന് മാറ്റി പിടിച്ചു അൻസിലി മോൻ്റെ കോട്ട എടുത്തിട്ട്. നല്ല തണുപ്പ്, സംസാരിക്കാൻ പറ്റുന്നില്ല. കയ്യൊക്കെ തണുപ്പ് തണുപ്പ് തണുപ്പോട് തണുപ്പ്. എന്ത് തണുപ്പാണെന്നറിയോ? പുറത്ത് കയറിയാൽ എന്താവും? മഞ്ജു വയറ് വീണ പോലെ പൊത്തോ പറഞ്ഞു വീഴുമോ? ഹൈ, എന്താവുന്നൊന്നും അറിയില്ല. അടുത്ത് നിന്നിട്ട് വീഡിയോ എടുത്തു. ഗൈസ്, അങ്ങനെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് നമ്മളെ കുതിരപ്പുറത്ത് കയറി. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, പക്ഷെ എപ്പോഴും പേടിച്ച അമ്മാതിരി പേടിയാണ്. ഇന്ന് ഞാൻ പരീക്ഷിച്ചു. ഇന്റെ റബ്ബേ താഴ്ത്തിരിക്കുന്നു. വെള്ളം കുടിക്കരുത്. അപ്പോൾ നമ്മുടെ കുഞ്ഞ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതിൻ്റെ വ്ളോഗ് ഇടാൻ കിടക്കുന്നുണ്ട്. കുറച്ചാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട്, ഓവറാക്കി വെറുപ്പിക്കേണ്ട വിചാരിച്ചു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ സ്വന്തം ഷംന ലക്കിടി. ഓക്കെ, ബൈ.